ഇക്കഴിഞ്ഞ ജൂലൈ 28-നാണ് ഇതര സംസ്ഥാന തൊഴിലാളി ദമ്പതികളുടെ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ആലുവ മാർക്കറ്റിന് സമീപം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. ഈ കേസിലെ വിധി ശിശുദിനമായ നാളെ പ്രഖ്യാപിക്കും. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു ജൂലൈ 28-ലേത്. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ജ്യൂസ് വാങ്ങിക്കൊടുത്ത് പ്രലോഭിപ്പിച്ച് ആലുവ മാർക്കറ്റിലെ മാലിന്യ കൂമ്പാരത്തിന് പിന്നിലെത്തിച്ച് മദ്യം കുടിപ്പിച്ച് കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. തെളിവ് നശിപ്പിക്കാൻ കുട്ടി ധരിച്ചിരുന്ന ബനിയൻ തന്നെ എടുത്ത് കഴുത്തു ഞെരിച്ചു കൊന്നു. മുഖം കല്ലുകൊണ്ട് ഇടിച്ച് വികൃതമാക്കി. കുഞ്ഞിനെ ചാക്കിൽ കെട്ടി കരിയിലകൾക്കുള്ളിൽ മൂടി. അസാധാരണത്തിൽ അസാധാരണമായ സംഭവം. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ തുടങ്ങി 16 കുറ്റങ്ങളാണ് അസ്ഫാഖ് എന്ന പ്രതിക്കെതിരെ ചുമത്തിയത്. 3 എണ്ണത്തിന് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാം. പ്രതിക്ക് വധശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ വാദം. പ്രതിക്ക് 28 വയസ്സാണ് പ്രായമെന്നും മാനസാന്തരത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം. 30 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം വന്നു. ഒക്ടോബർ 4-ന് തുടങ്ങിയ വിചാരണ 26 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി. മിന്നൽ വേഗത്തിലാണ് വിധി പറയുന്നത്. കേസിൽ ബീഹാർ സ്വദേശി അസ്ഫാഖ് ആലം മാത്രമാണ് പ്രതി. ഇയാളെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കുട്ടിയുടെ വീടിനടുത്ത് തന്നെയായിരുന്നു അസ്ഫാഖും താമസിച്ചിരുന്നത്. ഈ പരിചയം മുതലെടുത്താണ് ഇയാൾ കുട്ടിയെ വശത്താക്കിയത്. എറണാകുളം പോക്സോ കോടതി ജഡ്ജി കെ സോമനാണ് ശിശുദിനമായ നാളെ ശിക്ഷ പ്രഖ്യാപിക്കുക. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ വധശിക്ഷ തന്നെ വേണമെന്നാണ് കേരള സമൂഹവും ആഗ്രഹിക്കുന്നത്.